iPhone ടിപ്സ് വീഡിയോ സീരീസിലെ 10ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ ഇത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ ഐഫോൺസിൽ ഏതൊരു സർവീസ് പ്രൊവൈഡറുടെയും ഓഫീസിൽ പോകാതെ തന്നെ വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ ഐഫോണിൽ ഒരു ഇ സിം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വളരെ നല്ല റെസ്പോൺസ് ആണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ തരത്തിൽ ഏതെങ്കിലും ഒരു ഐഫോണിൽ ഇ സിം ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കൂടുതൽ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ 15 Pro Maxലാണ്. ഇപ്പോൾ ഞാൻ ഒരു 15 Pro Max എടുത്തിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോസ് ഒന്നും അടുത്തൊന്നും ചെയ്യാഞ്ഞത്. പിന്നെ മുതൽ എന്തായാലും നമ്മുടെ വീഡിയോസ് കറക്റ്റിന് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ പൊതുവേ ഈ ഒരു iPhone 15 Pro Maxന് കേൾക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനകത്ത് ബാറ്ററി ലൈഫ് നിൽക്കുന്നില്ല എന്ന് ഒത്തിരി നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഫോണിന് ഒരു കംപ്ലയിൻറ്റ് ഇല്ല. നമുക്കിപ്പോൾ നോർമലായിട്ട് യൂസ് ചെയ്ത് നടക്കാൻ എനിക്ക് അത്യാവശ്യം വളരെ നല്ല ബാറ്ററി ലൈഫ് എനിക്ക് ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഡ്രെയിൻ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്ന ഒരു ബഗ്ഗായിരുന്നു. ആ ബഗ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ അവരത് ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഏതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയാലും നിങ്ങളുടെ 15 Pro Maxലേക്ക് നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ടും പോകുന്നതായിരിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഐഫോൺസ് യൂസ് ചെയ്യുന്ന എല്ലാവരും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എയർ ഡ്രോപ്പാണ്. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ നമുക്ക് പുതിയൊരു ഫീച്ചർ ഇപ്പോൾ iOS 17.1 വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഇവിടെ സെറ്റിംഗ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്ന് നിങ്ങൾക്ക് ഇവിടെ ജനറൽ കിട്ടുന്നതായിരിക്കും. ജനറൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. എയർ ഡ്രോപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടും ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടും യൂസ് സെല്ലുലർ ഡേറ്റ എന്ന് പറഞ്ഞൊരു ടോഗിൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ആക്കുക. എന്നിട്ട് നിങ്ങൾ ഡേറ്റ ട്രാൻസ്ഫർ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ വൈഫൈയിലായിരിക്കും കണക്റ്റഡ് ആയിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് എന്തായാലും ആ ഒരു സമയത്ത് ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫർ കഴിയത്തില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഡേറ്റ കൂടെ ഇനേബിൾ ചെയ്യുവാണെങ്കിൽ ഈ ഒരു വൈഫൈ റേഞ്ചിൽ നിന്ന് നിങ്ങൾ ഡിസ്കണക്ട് ആയാലും നിങ്ങളുടെ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്ത് ഈ ഒരു ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. രണ്ട് ഡിവൈസസും എന്തായാലും 17.1 എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ ഇനേബിൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫർ നിങ്ങൾക്ക് ഓവർ ഡേറ്റയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആ സെയിം വൈഫൈ റേഞ്ചിൽ നിങ്ങൾ മാറിപ്പോയാലും നിങ്ങൾക്ക് വിഷയമൊന്നുമില്ല, ഡേറ്റ ട്രാൻസ്ഫർ കട്ടാവത്തില്ല. ഈ ഒരു മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തായിരിക്കും ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവുന്നത്. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ iPhone 15 Pro Maxലൊക്കെ നോക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് 15 സീരീസിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം മ്യൂട്ട് ബട്ടൺ മാറിയിട്ട് നമുക്കിപ്പോൾ ഒരു ആക്ഷൻ ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ഷൻ ബട്ടൺ നോർമലായിട്ട് നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും നമ്മുടെ റിംഗർ മാറി സൈലൻ്റ് ആവുന്ന കാണാൻ പറ്റും. ഒന്നുകൂടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് നോർമലായിട്ടുള്ള റിംഗ് മോഡിലേക്ക് വരുന്നതായിരിക്കും. എന്നാൽ നമുക്ക് ഈ ഒരു ആക്ഷൻ ബട്ടൺ നമുക്ക് വേറെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിംഗ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടും ആക്ഷൻ ബട്ടൺ എന്ന് പറഞ്ഞൊരു ഫീച്ചർ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടുന്നതിനായിട്ടും സൈലൻറ്റ് മോഡ് ഇനേബിൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് റൈറ്റേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇതെന്ന് പറയുന്നത് ഫോക്കസ് മോഡ് ചേഞ്ച് ചെയ്യാനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പോയിക്കാൻ നമുക്കിവിടെ ക്യാമറ വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ആക്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാമറ ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫ്ലാഷ് ലൈറ്റ് നമുക്ക് ഈ ഒരു ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വോയിസ് മെമ്മോയും നമുക്ക് ഈ ഒരു ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഏതെങ്കിലുമൊക്കെ ജേർണലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അവർ കൂടുതലും ഈ ഒരു വോയിസ് മെമ്മോ ആപ്പ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിഫയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ ക്യാമറ സൂം ചെയ്തുള്ളൊരു മോഡാണ് മാഗ്നിഫയർ. അപ്പോൾ ഒരു മാഗ്നിഫയർ നമുക്ക് ഈ ഒരു ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ റൈറ്റിലേക്ക് വന്നിട്ട് ഇവിടെ കണ്ടും ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഷോർട്ട് കട്ട്സ് ആപ്പ് നമുക്ക് ഈ ഒരു ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട്സ് ആയിരിക്കും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുക. കാരണം ഈ ഒരു ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്ത് നമുക്ക് ഒത്തിരി ആപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഒന്നുകൂടെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സൊക്കെ നമുക്കിവിടെ ഈ ഒരു ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചൂസ് ഷോർട്ട് കട്ട് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ചധികം ഷോർട്ട് കട്ട്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഒരു എൻ്റെ കുറച്ചധികം ഷോർട്ട് കട്ട്സ് ഞാൻ ഒരു ഫോൾഡറിലാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഫോൾഡറാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഷോർട്ട് കട്ട്സിലുള്ള ഫോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ അപ്പോൾ നേരെ പുറത്ത് കൊണ്ട് ഈ ഒരു ആക്ഷൻ ബട്ടൺ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ വരുന്നിരിക്കും. അത് എൻ്റെ ഫോണിലുള്ള കുറച്ചധികം ഷോർട്ട് കട്ട്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിട്ടും ഞാൻ ഷസാം യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഡൗൺലോഡർ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ വേറെ 1-2 ഡൗൺലോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഓഡിയോ കൺവേർട്ടർ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലാണ് ഞാൻ എൻ്റെ ആക്ഷൻ ബട്ടൺ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട്സ് ഒരു ഫോൾഡറിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഷോർട്ട് കട്ട്സ് ഒറ്റയടിക്കാൻ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ആക്ഷൻ ബട്ടൺ ഏതെങ്കിലും ഒരു ആപ്പ് ഓപ്പൺ ആക്കാൻ അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോൺ സൈലൻറ്റിലേക്ക് ആക്കണമെങ്കിൽ ജസ്റ്റ് കൺട്രോൾ സെൻറ്റർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മ്യൂട്ട് ബട്ടൺ കിട്ടുന്നതായിരിക്കും. ഈ ഒരു മ്യൂട്ട് ബട്ടൺ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ സൈലൻറ്റിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് മുകളിലായിട്ടൊരു സൈലൻ്റ് ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കാണിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സെറ്റിംഗ്സ് എടുക്കുക.
താഴേക്ക് വന്നിട്ട് സൗണ്ട്സ് ആൻഡ് ഹെപ്റ്റിക്സ് എടുക്കുക. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിട്ട് ഷോ ഇൻ സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് അൺചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മുകളിലുള്ള ആ ഒരു ഐക്കൺ ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഈ ഒരു സ്റ്റാറ്റസ് ബാറിൽ നിന്ന് ഈ ഒരു മ്യൂട്ട് ബട്ടൻ്റെ ഐക്കൺ ഒഴിവാക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൻ്റെ വാൾപേപ്പേഴ്സ് അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അതിനായിട്ടൊരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ആക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് വാൾപേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്കിപ്പം കുറച്ചും കൂടെ ഈ ഒരു ഫോട്ടോ കുറച്ചുകൂടെ സൂമായിട്ട് കിട്ടണം. അതാണ് എനിക്ക് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് സൂം ചെയ്യുന്നുണ്ട്. സൂം ചെയ്യുന്നതുകൊണ്ട് മുകളിലായിട്ട് നമുക്കിവിടെ കണ്ടും ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ക്രോപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് അനുസരിച്ച് തന്നെ ഈ ഒരു വാൾപേപ്പർ കട്ട് ചെയ്യണമെങ്കിൽ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റേഷ്യോയുടെ ഒരു ബട്ടൺ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് വാൾപേപ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് അനുസരിച്ച് തന്നെ ആ ഒരു കട്ടൗട്ട് വരുന്നതായിരിക്കും. ഇനി ജസ്റ്റ് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പറിൻ്റെ കറക്റ്റ് സൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഐഫോൺസിലെല്ലാം സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നായിട്ട് നമുക്ക് മുമ്പ് അറിയാം. നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ നമ്മളത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡ് ബൈയിൽ നമുക്ക് പുതിയൊരു ഫീച്ചർ ഇപ്പം അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ സെറ്റിംഗ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്നതിൽ കൂടെ സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണും ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻഡ് ബൈ ഫീച്ചർ എത്ര നേരം നിങ്ങളുടെ ഫോണിൽ ആക്റ്റീവായി നിൽക്കണമെന്ന് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റാൻഡ് ബൈ ഫീച്ചർ ആക്റ്റീവായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി അധികം നേരം നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടും ആഫ്റ്റർ 20 സെക്കൻഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഈ ഒരു സ്റ്റാൻഡ് ബൈ ഫീച്ചർ ഓഫ് ആവുന്നതായിരിക്കും. പിന്നെ കണ്ട് നെവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നെവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ സ്റ്റാൻഡ് ബൈ ഫീച്ചർ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും, ഓഫ് ആവത്തില്ല. അപ്പോൾ ഈ സ്റ്റാൻഡ് ബൈ ഫീച്ചറിൻ്റെ ആ ഒരു വെട്ടം കാരണം നിങ്ങൾക്ക് ഉറക്കമൊക്കെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ആഫ്റ്റർ 20 സെക്കൻഡ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 20 സെക്കൻഡിന് ശേഷം ആ ഒരു സ്റ്റാൻഡ് ബൈ ഫീച്ചർ ഓട്ടോമാറ്റിക്കായിട്ടും ഓഫ് ആവുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റാൻഡ് ബൈ ഫീച്ചർ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ആക്ടിവേറ്റ് ആയിട്ടും 20 സെക്കൻഡ് ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയൊരു ഫീച്ചർ നമുക്കിപ്പോൾ സ്റ്റാൻഡ് ബൈ ഫീച്ചറിൽ വന്നിട്ടുണ്ട്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പം ആപ്പിളിൻ്റെ മ്യൂസിക് ആപ്പിൽ നമുക്ക് സോങ്സ് ഫേവറേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങളുടെ മ്യൂസിക് ആപ്പ് എടുക്കുക. മ്യൂസിക് ആപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയി ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് 6 ഐക്കൺ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഈ ഒരു മ്യൂസിക് നിങ്ങളുടെ ഫേവറേറ്റ്സ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് എത്ര സോങ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിപ്പം പുതിയതായിട്ടൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആപ്പിൾ മ്യൂസിക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് നോർമലായിട്ട് നിങ്ങളുടെ ഐട്യൂൺസ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിലും നമുക്ക് ഇത്തരത്തിൽ ഫേവറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഇപ്പോൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡൈനാമിക് ഐലൻഡിൽ നമുക്കിപ്പോൾ പുതിയതായിട്ടൊരു ഐക്കൺ നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും. ഒരു ടോർച്ചിൻ്റെ ഐക്കൺ നമുക്കിപ്പോൾ പുതിയതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് iOS 17 വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചറാണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഏതെങ്കിലും ഫയൽസ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് 3 ഫിംഗർ ടാപ്പ് യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സഫാരിയിൽ പോയിട്ട് ഇപ്പോൾ ആപ്പിൾ സ്റ്റോറിൻ്റെ ആ ഒരു സൈറ്റിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഈ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് 3 വില എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലായിട്ട് കാണാൻ പറ്റും. നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നോർമലി കിട്ടുന്നതിനേക്കാളും കൂടുതൽ ബട്ടൺസ് നമുക്കിവിടെ വരുന്നുണ്ട്. അൺഡു, കട്ട്, കോപ്പി, പേസ്റ്റ്, റീഡു എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കോപ്പി കൊടുക്കുന്നുണ്ട്. കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഏത് സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്താലും അത് നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നിരിക്കും. ഞാൻ ഇപ്പം ജസ്റ്റ് എൻ്റെ നോട്ട്സ് ആപ്പ് ഒന്ന് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് 3 വിരൽ വെച്ച് ടാപ്പ് ചെയ്യുന്നുണ്ട്. ടാപ്പ് ചെയ്യുന്നുണ്ട് നമുക്കിവിടെ കുറച്ചധികം ഓപ്ഷൻസ് കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ പേസ്റ്റ് ഉണ്ട്, ഓട്ടോ ഫിൽ ഉണ്ട്, ആഡ് ലിങ്ക് ഉണ്ട്, ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഞാൻ ജസ്റ്റ് പേസ്റ്റ് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതൊരു ഫയൽസ് ആപ്പിലാണ് നിങ്ങളിത് പേസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക്കാണ് ഫോൺ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നേക്കും. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് വന്നിട്ട് 3 ഫിംഗർ വെച്ച് ടാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലും ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് പേസ്റ്റ് കൊടുക്കുകയാണ്. പേസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കൊരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഡോക്യുമെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ടും കംപ്ലീറ്റ് ആയിട്ടും ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ നമുക്കിത് വന്നിട്ട് ഞാൻ അപ്പോൾ ജസ്റ്റ് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്താണ്. ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട് അവിടെ കണ്ടിട്ട് നമുക്ക് ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫയൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ 3 ഫിംഗർ ടാപ്പ് യൂസ് ചെയ്ത് നമ്മുടെ ഫോണിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ഈ തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് 1-2 ഓപ്ഷൻസ് കൂടുതൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു, പക്ഷേ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ആ ഒരു ഫയൽ എവിടെ ഡൗൺലോഡ് ആയെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ സെർച്ചിൽ പോയിട്ട് എന്താണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യേണ്ട ആ ജസ്റ്റ് ആ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് നെയിം സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു സോങ് കൂടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ സോങ്ങിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സോങ്ങിൻ്റെ പേര് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടിട്ട് നമുക്ക് ഫയൽസ് ആപ്പിലാണ് ഡൗൺലോഡ് ആയിട്ടുള്ളത്. എവിടെയൊക്കെ നമുക്ക് ആ ഒരു പേര് വരുന്നുണ്ട് അതെല്ലാം നമുക്കിവിടെ റിസൾട്ടിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഞാൻ തന്നെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കിവിടെ
ഷെയർ ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഷെയർ കൊടുക്കുകയാണ്. ഷെയർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏതിനകത്തോട്ടാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് അത് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിരിക്കും. നേരെ ഡയറക്റ്റ് അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിനകത്തുനിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ എവിടെയാണെങ്കിലും ആ ഒരു ഫയൽ നിങ്ങൾക്ക് അവിടെ റിസൾട്ടിൽ കാണിക്കുന്നതായിരിക്കും. കറക്റ്റ് പേര് തന്നെ സെർച്ച് ചെയ്യുക. ആ തരത്തിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് ക്യാമറയിൽ കുറച്ചധികം ഓപ്ഷൻസ് അധികം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിങ്സ് എടുക്കുക. നേരെ താഴെ വന്ന് നിങ്ങളുടെ ക്യാമറ ഇട്ടതായിരിക്കും. ക്യാമറ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന 1-2 ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നേരെ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടു മെയിൻ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് ക്യാമറയുടെ ഫോക്കൽ ലെന്ത് നമുക്ക് ഇതിനകത്ത് വഴി നമുക്കിവിടെ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് തുറക്കുന്നത് 24mm ലെൻസാണ് നമുക്കൊരു ഓപ്പൺ ആവുന്നത്. നിങ്ങൾക്കത് ഇത്രയധികം ഒരു വൈഡായിട്ടുള്ള ഷോട്ട് വേണ്ട, നിങ്ങൾക്ക് കുറച്ചുകൂടെ സൂംഡ് ഇൻ ആയിട്ടുള്ള ഷോട്ടാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് 1.5 സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സൂംഡ് ഇൻ ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടിട്ട് നമുക്ക് 2 ലെൻസ് നമുക്കിവിടെ ഓൺ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ 28 ഉണ്ട്, 35 ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ടോഗിൾ ചെയ്ത് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമുക്ക് ഇതിനകത്ത് ക്യാമറയിൽ നിൽക്കുന്ന പുതിയ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കും ലെൻസ് കറക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഇനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സിൻ്റെ നേരെ നിന്നാണ് നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ഫ്ലിക്കറിങ് നിങ്ങളുടെ ഫോണിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഒരു ഫ്ലിക്കറിങ് ഒഴിവാക്കാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോണിലോട്ട് റെക്കോർഡ് വീഡിയോ സെലക്ട് ചെയ്യുക. താഴേക്ക് വന്ന് ഇവിടെ കണ്ടും ഷോ പാൽ ഫോർമാറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ വന്നിട്ട് 4K 60 അതിനകത്ത് നിങ്ങൾ പാൽ ഫോർമാറ്റ് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ ഏതെങ്കിലും ലൈറ്റ് സോഴ്സ് നേരെ നിങ്ങളുടെ ക്യാമറ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലിക്കറിങ് എഫക്റ്റ് നിങ്ങളുടെ ഫോണിൽ വരത്തില്ല. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ iPhone 15 Pro Max നമുക്കിപ്പം 5x സൂം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ 14 Pro Max നമുക്ക് 3x സൂം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു സൂമിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 1x ഉണ്ട്, 2x ഉണ്ട്, 5x ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 15 Pro Max ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5x സൂം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു 14 Pro Max ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3x ആയിരിക്കും കാണിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് സൂം ഇൻ ചെയ്തും സൂം ഔട്ട് ചെയ്തും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഐഫോണിൽ ഇപ്പോൾ നമുക്ക് ലോക്ക് ഫോർമാറ്റിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് കൂടിയ DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറസിലൊക്കെ ഉള്ള കണക്ക് നമുക്ക് ലോക്ക് ഫോർമാറ്റിൽ നമ്മുടെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിങ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ക്യാമറ സെലക്ട് ചെയ്യുക. ക്യാമറ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫോർമാറ്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലോക്ക് ഫോർമാറ്റിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ തൊട്ട് താഴെ വന്നിട്ട് ആപ്പിൾ പ്രോറസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. എന്നിട്ട് തൊട്ട് താഴത്തെ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ലോഗോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ എപ്പോഴും വീഡിയോസ് എടുക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ മോഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് പ്രോറസ് ലോഗോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം നോർമലായിട്ടുള്ളൊരു ടോണാണ് നമുക്കിപ്പോൾ ക്യാമറയിൽ കാണുന്നത്. പക്ഷേ ഈ ഒരു പ്രോറസ് ലോഗോ ഇനേബിൾ ആക്കുമ്പോൾ നിങ്ങളൊരു ഗ്രേ ഷെയ്ഡ് നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ വരുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഇനേബിൾ ആക്കുന്നതുകൊണ്ട് കണ്ടിട്ട് നമ്മുടെ ഇമേജിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അധികം ഒരു ഗ്രേ ഷെയ്ഡ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രേ ഷെയ്ഡ് യൂസ് ചെയ്ത് നിങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ ഈ ഒരു 48 മെഗാ പിക്സൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോയിലേക്ക് റെക്കോർഡ് ചെയ്ത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്തും പിന്നെ നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് വളരെയധികം സിനിമാറ്റിക് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ലോക്ക് ഫോർമാറ്റ് യൂസ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിൽ 15 Pro Max ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഈ ഒരു ട്രിക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ UAE ഒത്തിരിയധികം മഴ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരിയധികം മഴ വരുന്ന സമയത്ത് നമുക്ക് പബ്ലിക്കിൻ്റെ അലേർട്ട്സ് നമ്മുടെ ഫോണിൽ വരാറുണ്ട്. വളരെയധികം സൗണ്ടിലായിരിക്കും ഈ ഒരു അലേർട്ട്സ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു അലേർട്ട്സ് ചിലർക്കെങ്കിലും ഒരു ശല്യമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഓഫ് ചെയ്യണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ നമ്മുടെ ഐഫോണിൽ ഉണ്ട്. പക്ഷേ ആരും ഈ ഒരു പബ്ലിക് അലേർട്ട്സ് നിങ്ങളുടെ ഫോണിൽ ഓഫ് ചെയ്ത് വെക്കരുത്. അത് എന്തെങ്കിലും എമർജൻസി ആയതുകൊണ്ടാണ് അത്തരത്തിൽ അലേർട്ട്സ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പബ്ലിക് അലേർട്ട്സ് നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ അത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾ എപ്പോഴും ഈ ഒരു പബ്ലിക് അലേർട്ട്സ് നിങ്ങൾ ഓൺ ആക്കി വെക്കുക. പക്ഷേ ഈ പർട്ടിക്കുലർ ഫംഗ്ഷനിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ അലേർട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ നിങ്ങളുടെ ഐഫോണിലുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ സെറ്റിങ്സ് എടുക്കുക. താഴേക്ക് വന്നാൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻസ് സെലക്ട് ചെയ്തിട്ട് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ടെസ്റ്റ് അലേർട്ട്സ് ഉണ്ട്, വാർണിംഗ് അലേർട്ട്സ് ഉണ്ട്, പബ്ലിക് സേഫ്റ്റി അലേർട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിൽ അലേർട്ട്സ് വരുമ്പോൾ വലിയ സൗണ്ടിലൊന്നും നിങ്ങൾക്ക് കേൾക്കത്തില്ല. നിങ്ങൾക്ക് ഇത്തരത്തിലും ഈ ഒരു സൗണ്ട് ഓഫ് ചെയ്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ആരും ഇത് ഓഫ് ചെയ്യരുതെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഫോണിൻ്റെ ഒരു ലുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റണമെങ്കിൽ ജസ്റ്റ് ഒരു വാൾപേപ്പർ മാത്രം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ലുക്ക് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹോം സ്ക്രീനിൽ ഞാൻ അവിടെ ഒരു കസ്റ്റം വിഡ്ജറ്റൊക്കെ റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടും ഒരു ബ്ലാങ്ക് സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട്. തൊട്ട് താഴെയാണ് എൻ്റെ ഐക്കൺസും കാര്യങ്ങളും വരുന്നത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫോണിൻ്റെ ലുക്ക് ഒന്ന് പെട്ടെന്ന് മാറ്റണമെങ്കിൽ എനിക്ക് ജസ്റ്റ് എൻ്റെ ഒരു വാൾപേപ്പർ മാത്രം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റെ ഈ ഫോണിൻ്റെ ലുക്ക് എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വാൾപേപ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. പ്രസാറിൻ്റെ ഉള്ളിൽ ഞാൻ വേറെ വാൾപേപ്പറാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു വാൾപേപ്പർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് മോഡിൽ പോകുന്നുണ്ട്, കസ്റ്റമൈസ് കൊടുക്കുന്നുണ്ട്.
ഇവിടെ പോയി കഴിഞ്ഞാൽ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നില്ല, മൊത്തം ഒരു ബ്ലറായിട്ട് നമുക്ക് ഇരിക്കുവാണ്. പക്ഷേ എനിക്കൊരു ബ്ലർഡ് ആയിട്ടുള്ളൊരു വാൾപേപ്പർ വേണം. എനിക്ക് നോർമലായിട്ടുള്ള എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അവിടെ കാണണമെങ്കിൽ ജസ്റ്റ് ഇവിടെ തൊട്ട് താഴെ വന്നിട്ട് ഒരു 3 ഡോട്ട് പ്രസ് ചെയ്യുക. എക്സ്റ്റൻഡഡ് വാൾപേപ്പർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാൾപേപ്പർ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മുകളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അവരവിടെ ലൈക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ കൂട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ഓൺ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. See you.